ഹലോ എവ്രിവൺ. ട്രെയിനേഴ്സ് ടോക്കിന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ട്രെയിനേഴ്സ് ടോക്കിന്റെ 29ാമത്തെ എപ്പിസോഡാണ് ഇന്ന് സമാരംഭം കുറിക്കുന്നത്. കഴിഞ്ഞ 28 എപ്പിസോഡുകളിൽ ട്രെയിൻ ദ ട്രെയിനർ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്ത ആളുകൾ ഇവിടെ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും എടുക്കാത്ത ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്ററും അതേപോലെ തന്നെ നമ്മുടെ 7ാമത്തെ ബാച്ചിലെ ഒരു പാർട്ടിസിപ്പന്റും കൂടിയായിട്ടുള്ള ആത്തിക ജാസ്മിൻ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഡൂസ് ആൻഡ് ഡോൺട്സ് ഇൻ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളതാണ് ഇന്ന് ആത്തിക ജാസ്മിൻ എടുക്കാൻ പോകുന്ന ഒരു വിഷയം. അപ്പോൾ ആത്തിക ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ, സ്കൂളുകളായി കഴിഞ്ഞാലും അതേപോലെ തന്നെ മറ്റു കമ്മ്യൂണിറ്റികളിലായിട്ട് ആയി കഴിഞ്ഞാലും നേരത്തെ ക്ലാസ്സുകൾ എടുത്തും അതേപോലെ തന്നെ മറ്റുമുള്ള എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് തന്നെ പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ മൈന്യൂട്ടായിട്ട് നമ്മൾ അവഗണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഒരു പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിലായി കഴിഞ്ഞാലും ട്രെയിനിങ്ങിലായി കഴിഞ്ഞാലും നമ്മളുടെ സമീപനങ്ങളാകാം, നമ്മളുടെ ഭാഷയാകാം, നമ്മുടെ വേഷമാകാം, അതേപോലെ തന്നെ നമ്മളുടെ പെരുമാറ്റം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ വിഷയങ്ങളും എവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അവിടെയെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പീക്കറോ അതല്ലെങ്കിൽ ഒരു ട്രെയിനറോ നമുക്കാകാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു സ്പീക്കറോ ട്രെയിനറോ ആകാം. അതിനേക്കാൾ അപ്പുറത്ത് നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മളെ പരുവപ്പെടുത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. എവിടെയൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ ഉള്ളത്, എവിടെയാണ് ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ സെൽഫ് അനാലിസിസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുക. നമ്മൾ സാധാരണ പറയും സെൽഫ് സെൻട്രിക്, അതേപോലെ തന്നെ ഓഡിയൻസ് സെൻട്രിക് എന്ന് പറയും. സെൽഫ് സെൻട്രിക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓഡിയൻസ് സെൻട്രിക് എന്ന് പറഞ്ഞാൽ ഓഡിയൻസിന് എന്താണോ ആവശ്യമുള്ളത് അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓഡിയൻസിന് ആവശ്യമായിട്ട് പറയാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് നമ്മൾ എത്തണം. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്കറിയാം, കുറേ നോളജ് ഉണ്ടാകും, ഒരുപാട് നോളജ് നമുക്ക് ഉണ്ടാകും. പക്ഷെ ആ നോളജ് എവിടെയാണ്, എങ്ങനെയാണ്, ഏത് സമയത്താണ് നമ്മൾ പറയേണ്ടത് എന്ന കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. അപ്പൊ ഓഡിയൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരു കോണ്ടന്റ് നമ്മൾ ഡെലിവർ ചെയ്യേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ സക്സസ് ആകില്ല. അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മുടെ മുമ്പോട്ട് പോക്ക് ഉണ്ടാകേണ്ടത്. പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വിശദമായി തന്നെ ഇവിടെ ആത്തിക മാം ഇവിടെ നമ്മളോട് സംസാരിക്കും. അപ്പോൾ ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിന്റെ 29ാമത് എപ്പിസോഡിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ആത്തിക ജാസ്മിൻ മാഡത്തെ പ്രത്യേകം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. താങ്ക് യു ഫൈസൽ സർ. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. അമീർ, ഹലോ. താങ്ക് യു. എനിക്ക് ആദ്യം എല്ലാരോടും പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മള് വീഡിയോ ഓൺ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാനും ആദ്യമൊക്കെ ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ, ഇതുപോലെ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. പിന്നെ നമ്മുടെ ഫൈസൽ സാറിന്റെ കോഴ്സിൽ ഞാൻ ആദ്യം എടുത്ത തീരുമാനം എന്താ വെച്ചാൽ എല്ലാ ക്ലാസ്സിലും ഞാൻ വീഡിയോ ഓൺ ആക്കുന്നായിരുന്നു. ആ വീഡിയോ ഓൺ ആക്കലിന് എന്റെ വലിയൊരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, വലിയൊരു പ്രാക്ടിക്കൽ തന്നെയായിരുന്നു അത്. നമ്മൾ വീഡിയോ ഓൺ ആക്കി ഇരിക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഒരുവിധമുള്ള ചടുപ്പുകളൊക്കെ നമുക്ക് തീരും. അപ്പൊ മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അമീർ എന്നോട് വീഡിയോ ഓൺ ആക്കാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. എല്ലാരും മാക്സിമം വീഡിയോ ഓൺ ആക്കാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. അപ്പൊ താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു പബ്ലിക് സ്പീക്കർ ആവണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നതും ഇതുപോലെയുള്ള ഒരുപാട് നമ്മളെ വിലപ്പെട്ട സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതൊക്കെ നമുക്ക് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ
നമുക്ക് സംസാരിക്കാൻ പറ്റുക എന്നുള്ള വലിയൊരു ആഗ്രഹത്തിന്റെ പേരിൽ തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മളൊരു പബ്ലിക് സ്പീക്കർ ആവുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെ നമുക്ക് കുറച്ച് ടൈം നമുക്ക് സംസാരിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരു സ്പീക്ക് തുടങ്ങുന്ന സമയത്തിലെ എനിക്ക് ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് വിത്ത് അപ്പോളജി. നമ്മളൊരു അപ്പോളജി വെച്ച് തുടങ്ങാൻ പാടില്ല. നമ്മളൊരു പബ്ലിക് സ്പീക്കിംഗ് ചെയ്യണ സമയത്ത് നമ്മൾ അപ്പൊ തന്നെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ പറയും, ഞാൻ വലിയ ആളൊന്നുമല്ല, എന്നെ കൊണ്ട് അത്രയൊന്നും പറ്റൂല, അല്ലെങ്കിൽ എനിക്ക് അത്ര അറിവൊന്നും ഇല്ല കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് സോറി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് എന്നോട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആ രീതിയിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സ്പീക്ക് തുടങ്ങാൻ പാടില്ല. നമ്മൾ ഒരു അപ്പോളജി വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ കേൾക്കുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാവും ഇവർക്ക് ഈ സ്പീച്ച് എന്തായാലും പെർഫെക്റ്റ് ആവില്ല എന്നുള്ളൊരു മുൻധാരണയിലായിരിക്കും അവർ നമ്മളെ സ്പീച്ച് കേൾക്കുക. അപ്പൊ ഒരിക്കലും ഒരു അപ്പോളജി വെച്ചിട്ട് നമ്മൾ നമ്മുടെ സ്പീച്ചിനെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടോക്ക് ടു ഫാസ്റ്റ് ഓർ ടു സ്ലോ. അതായത് ചില ആളുകളുണ്ട് അല്ലെ, ഭയങ്കര സ്പീഡിൽ സ്പീച്ച് ചെയ്യും, അത് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റു ചിലര് ഭയങ്കര സ്ലോ ആയിരിക്കും. അച്യുതാനന്ദൻ അല്ലെ, അച്യുതാനന്ദൻ സാറിനെ പോലെയൊക്കെ ഭയങ്കര ഞാനിപ്പോൾ അങ്ങനെ ആ രീതിയിൽ പറ്റ സ്ലോ ആവാനും പാടില്ല, നല്ല സ്പീഡ് ആവാനും പാടില്ല. ഞാനൊരു ക്ലാസ് ഇപ്പൊ അടുത്ത് അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ ലോജിസ്റ്റിക്കിന്റെ ആൾക്കാർ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. അവര് ഭയങ്കര സ്പീഡിലാണ് പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ല. ഉച്ച സമയമായിട്ട് നല്ല ഉറക്കം വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഒരു സ്പീച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ സ്പീഡിലും സംസാരിക്കാൻ പാടില്ല, പറ്റ സ്ലോ ആയിട്ട് സംസാരിക്കാൻ പാടില്ല. നല്ല എനർജിക്കറ്റ് ആയിട്ട് സൂപ്പർ ആയിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു സ്പീക്ക് നടത്താൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് കോപ്പി അതർ സ്പീച്ച്. മറ്റുള്ളവരുടെ സ്പീച്ചിനെ നമ്മൾ കോപ്പി ചെയ്യാൻ പാടില്ല. നമുക്കറിയാം, ഇപ്പോ ഒരു 10,000 കോടി മുടക്കിയ ഒരു കല്യാണം ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. അദാനിന്റെ അല്ലെ, അംബാനിന്റെ മകന്റെ ഒരു പ്രീ വെഡിങ് സെക്ഷൻ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ബ്രൈഡല് പറഞ്ഞ സ്പീച്ച് മറ്റൊരാളുടെ സ്പീച്ച് അവർക്ക് ആരും എഴുതി കൊടുത്ത സ്പീച്ചാണ്. പക്ഷെ അത് വേറെ ഏതോ സിനിമയില് അങ്ങനെ എന്തോ ഒരു കോപ്പി സ്പീച്ച് ആയിരുന്നു. അതുകൊണ്ട് എന്തായി, ആ 10,000 കോടി മുടക്കിയ ആ ഒരു പ്രോഗ്രാമിന്റെ എന്തായി, അതൊരു വിവാദത്തിന് കാരണമാവുകയും ചെയ്തു. അതിന്റെ നിറം മങ്ങിപ്പോയി. അതെന്താണ്, മറ്റുള്ളവരുടെ ഒരു സ്പീച്ചിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, മറ്റുള്ള സ്പീച്ചിലും മറ്റുള്ള ഇതിലൊക്കെ നമുക്ക് കിട്ടുന്ന അറിവുകളെ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ അത് നമ്മുടേതായ രീതിയിൽ വേണം നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരിക്കലും നമ്മളത് അതേ രീതിയിൽ അതേ കോപ്പി ആയിട്ട് നമ്മൾ ഒരിക്കലും എന്താക്കാൻ പാടില്ല, നമ്മൾ സ്പീച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ്, നമ്മൾ യൂസ് എന്നൊക്കെയുള്ള പില്ലർ വേർഡ്സുകൾ ഉണ്ടല്ലോ, അത് നമ്മൾ പറയാൻ പാടില്ല. ഇപ്പോ ചില ആളുകൾക്ക് ഉണ്ട്, ഇപ്പൊ എന്റെ പൊളിറ്റിക്സിനൊക്കെ സാർ ഉണ്ട്, അവര് എന്ത് സംസാരിക്കുകയാണെങ്കിലും ലേ ചേർക്കും, അല്ലെ, ഡെമോക്രസി അസ്തലേ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ലേ ചേർക്കും. എന്നിട്ട് ഞങ്ങൾ അത് എണ്ണുമായിരുന്നു, എത്ര ലേ സാറ് പറഞ്ഞു എന്നുള്ളതൊക്കെ ഞങ്ങൾ എണ്ണുമായിരുന്നു. അങ്ങനെ നമ്മൾ ചില ആൾക്കാർക്ക് എന്താപ്പോ അങ്ങനെ പില്ലർ വേർഡ്സുകൾ ഒരുപാട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എനിക്കൊക്കെ ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്കത് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മളത് ട്രൈ ചെയ്യണം. നമ്മള് പില്ലർ വേർഡ്സുകൾ ഓർ അത് പില്ലർ വേർഡ്സുകളെ നമ്മൾ എന്താക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ് സ്റ്റിക്ക് ഹാൻഡ്സ് ഇൻ അവർ പോക്കറ്റ്. ഇപ്പൊ നമ്മളൊരു പബ്ലിക് സ്പീക്കർ ആയി ഒരു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ ഹാൻഡ്സ് ഒരിക്കലും നമ്മളെ പോക്കറ്റിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അങ്ങനെ സ്റ്റിക്ക് ഇതാക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളൊരു സ്പീക്ക് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് മറ്റേ ആ ബോർഡൊക്കെ കിട്ടുമല്ലോ അല്ലെ, മുട്ടുവരൽ സാധനമൊക്കെ, നമ്മൾ മുട്ടുവരക്കൊന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എവിടെയാണോ, ഏത് സ്റ്റേജിലാണോ അല്ലെങ്കിൽ എവിടെ നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെതായ രീതിയിൽ വേണം നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ പോക്കറ്റിൽ ഇതൊക്കെ ഇട്ട് നമ്മൾ ഇങ്ങനെ ഫ്രീ ആയി കൂളായി ഒന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഒരു പബ്ലിക് സ്പീക്കർ ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇനി ആറാമത്തെ പോയിന്റ് ആണ് പോയിന്റ് ഫിംഗർ അറ്റ് ദി ഓഡിയൻസ്. നമ്മൾ ഒരിക്കലും ഓഡിയൻസിന് നേരെ വിരല് ചൂണ്ടാൻ പാടില്ല. ഇങ്ങനെ ചൂണ്ടിങ്ങാണ്ടൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇവര് ഇങ്ങോട്ട് വരൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഇവർ പറയുന്നത് പോലെ
എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഒരിക്കലും നമ്മൾ ഇങ്ങനെയൊന്നും പോയിന്റ് ഫിംഗർ അറ്റ് ദി ഓഡിയൻസ്, ഡോണ്ട് പോയിന്റ് ഫിംഗർ അറ്റ് ദി ഓഡിയൻസ്. ഓഡിയൻസിന് നേരെ വിരല് ചൂണ്ടി സംസാരിക്കാൻ പാടില്ല. ഇനി അടുത്ത പോയിന്റ് ആണ് ഇന്റിമിഡേറ്റ് ഓർ ഹേർട്ട് അതേഴ്സ് ഫീലിംഗ് എന്നാണ്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. നമ്മളൊരു സ്പീക്കറായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓഡിയൻസിൽ പല രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും. പല വിശ്വാസത്തിലുള്ള ആളുകൾ, പല ആചാരങ്ങൾ ഉള്ള ആളുകൾ, പല മതത്തിലുള്ള ആളുകൾ, പല കമ്മ്യൂണിറ്റി പ്രായത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആരെയും നമ്മൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിനെയോ അല്ലെങ്കിൽ ഒരു മതത്തിനെയോ അല്ലെങ്കിൽ ഒരു വർണ്ണത്തിനെയോ ഒന്നും നമ്മൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്പീച്ചിൽ നമ്മൾ പറയാൻ പാടില്ല. ഇപ്പോ നമ്മളിപ്പോ ഒരു ഇലക്ഷൻ വർക്കിലൊക്കെ, ഇലക്ഷൻ ഡ്യൂട്ടിയിലൊക്കെ ആണെങ്കിൽ അവർ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ഭരണത്തിൽ അയാൾ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ചെയ്തു. അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ അവരങ്ങനെ മോശം ചെയ്തു ഇങ്ങനെ മോശം ചെയ്തതിന് പകരം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് പറയാൻ നോക്കുക. ഒരിക്കലും മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നമ്മളെ സ്പീക്കിൽ പറയാൻ പാടില്ല. അടുത്ത പോയിന്റാണ് റിപ്പീറ്റേഷൻ ഓഫ് വേർഡ്സ്. നമ്മളൊരു പബ്ലിക് സ്പീക്കർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വേർഡ്സുകൾ റിപ്പീറ്റ് ചെയ്ത് പറയാതിരിക്കുക എന്നുള്ളതാണ്. ചില സമയത്തില്ലേ, ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു, ഞാൻ ഇന്നലെ അവിടെ പോയപ്പോൾ അയാളെ കണ്ടിരുന്നു, ഞാൻ ഇന്നലെ പോയപ്പോൾ അയാളെയും അയാളുടെ കൂടെ അപ്പോൾ അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു. ആ രീതിയിൽ നമ്മൾ പറയാതിരിക്കുക ഒരിക്കലും. അത് മാത്രമല്ല കേട്ടോ, എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു ഉദാഹരണം അതാന്ന് മാത്രം. നമ്മൾ ചില ആളുകളുണ്ടല്ലേ, കൃത്യമായി കൃത്യമായി പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ കൃത്യമായി, അങ്ങനെ ഒരു വേർഡ്സിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത പോയിന്റ് ആണ് 9ാമത്തെ പോയിന്റ് ആണ് ലുക്ക് അറ്റ് യുവർ ഫീറ്റ് ഓർ സീലിംഗ്. നമ്മൾ പബ്ലിക് സ്പീക്ക് ചെയ്യുന്ന സമയത്ത് ചില ആളുകളുണ്ടല്ലേ, മേലേക്ക് നോക്കി ഇങ്ങനെ സംസാരിക്കും. ചിലപ്പോ ഓർത്തിരിക്കാവും, മേലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ സ്പീക്ക് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റു ചിലരുണ്ട് ലുക്ക് അറ്റ് യുവർ ഫീറ്റ്, നമ്മുടെ കാലിൽ താഴത്തേക്ക് നോക്കി ഇങ്ങനെ സംസാരിക്കും. ഇങ്ങനെ, അതായത് ഓഡിയൻസ് അവിടെ ഉണ്ടാവും, പക്ഷെ നമ്മൾ ഓഡിയൻസിനെ നോക്കാതെ സീലിംഗിലേക്ക് നോക്കിയോ അല്ലെങ്കിൽ ഫീറ്റിലേക്ക് നോക്കിയോ നമ്മൾ ഒരിക്കലും സ്പീക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസ് ആയിരിക്കണം. ഓഡിയൻസിനെ നമ്മൾ എങ്ങനെ നോക്കണം? ചില ആളുകൾ പറയും ലൈറ്റ് ഹൗസിൽ ലൈറ്റ് വരില്ലേ, ആ രീതിക്ക് ഇങ്ങനെ നോക്കണം എന്നാണ് നോക്കണം എന്നൊക്കെ പറയും. ചില ആളുകൾ പറയും സെഡ് ആക്ഷനിൽ നോക്കണം, അതായത് ബാക്കിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് സെഡ് പോർഷനിൽ വേണം നമ്മളെ ഓഡിയൻസിനെ നമ്മൾ നോക്കാൻ എന്നാ പറയാം. ഒരിക്കലും നമ്മള് നേരിട്ട് ഇങ്ങനെ നമ്മളെ ഫീറ്റിലേക്ക് നോക്കി സംസാരിക്കരുത്. അതുപോലെ തന്നെ നമ്മള് സീലിംഗിലേക്ക് നോക്കി നമ്മൾ സംസാരിക്കാൻ പാടില്ല. പകരം നമ്മൾ ഓഡിയൻസിലായിരിക്കണം നമ്മുടെ കണ്ണുണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ ഐ കോണ്ടാക്ട് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അടുത്ത പോയിന്റ് ആണ് ബി ലേറ്റ് ദ വെന്യൂ. നമ്മൾ ഒരിക്കലും നമ്മൾ സ്പീക്ക് ചെയ്യാനുള്ള നമ്മുടെ ആ വെന്യൂയിലേക്ക് നമ്മൾ ഒരിക്കലും ലേറ്റ് ആയിട്ട് എത്താൻ പാടില്ല. നമ്മളോട് ഇപ്പൊ ഒരു 7 മണി സമയം പറഞ്ഞിട്ടില്ല, നമ്മൾ കുറച്ച് നേരത്തെ എത്തുകയാണ്, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, എത്ര സമയം, ഒരു അധികം നേരത്തെ അല്ലെങ്കിലും മാക്സിമം നമ്മൾ ആ ടൈമിന്, ഓൺ ടൈമിന് അല്ലെങ്കിൽ കുറച്ച് മുമ്പായിട്ട് അവിടെ എത്താൻ ശ്രമിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം അത് നമുക്കും തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടാനും നമ്മുടെ ഒരു മടി മാറാനും നമുക്ക് അവിടെ ഒന്നും കൂടെ ഫെമിലിയർ ആവാനും ഒക്കെ നമുക്ക് എന്താക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാനൊക്കെ നമുക്ക് അതിന് ഉപകാരപ്പെടും. നമ്മൾ ഒരിക്കലും നമ്മളെ വെന്യൂയിലേക്ക് ലേറ്റ് ആയിട്ട് നമ്മൾ എത്താൻ പാടില്ല. ഇനി 11ാമത്തെ പോയിന്റ് ആണ് ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ചില ആളുകളിൽ സ്പീച്ച് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് ഓപ്പൺ എൻഡഡ്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ മലയാളത്തിലെ ഏറ്റവും വലിയ നടൻ ആരാണ്? അപ്പൊ എനിക്ക് ചിലപ്പോ മമ്മൂട്ടി ആയിരിക്കും എന്റെ അഭിപ്രായത്തില്, പക്ഷെ ഓഡിയൻസിൽ ചിലപ്പോ ആരായിരിക്കും? മോഹൻലാൽ ആയിരിക്കും, അല്ലെങ്കിൽ ഫഹദ് ഫാസിലാവും, അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ. അങ്ങനെ പല അഭിപ്രായങ്ങളുള്ള ഉത്തരങ്ങൾ ഉണ്ടാവും അല്ലെ. ചില ക്വസ്റ്റ്യൻസിന് അങ്ങനെയാണ്, നമുക്ക് പലർക്കും പല ഉത്തരങ്ങളാവും. അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് നമ്മൾ എന്താക്കാൻ പാടില്ല, ഓഡിയൻസിനെ ചിലപ്പോ ഓഡിയൻസ് പിന്നെ അതിന്റെ പേരിലായിരിക്കും പിന്നുള്ള ടൈം അവർ അതിലായിരിക്കും ചർച്ച ചെയ്യുക. അപ്പൊ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്താക്കാൻ പാടില്ല, നമ്മൾ ഓഡിയൻസിനോട് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി 12ാമത്തെ പോയിന്റ് ആണ് ബൈ ഹാർട്ട് യുവർ സ്പീച്ച്. നമ്മളെ സ്പീച്ച് ഒരിക്കലും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാൻ പാടില്ല. നമ്മള് എന്തിനെ കുറിച്ചാണോ പറയാൻ പോകുന്നത് അതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാവണം.
അതിപ്പോ നമുക്ക് പോയിന്റ് വൈസ് ആയിട്ടാണെങ്കിൽ അത് നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പോണ സമയത്ത് അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ബൈഹാർട്ട് ആണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു, ഞാൻ ബൈഹാർട്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ പോരുന്നത്. കാരണം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, കാണാതെ പഠിച്ച് ഇങ്ങനെ പറയാം. പക്ഷെ അതെന്താന്ന് പറയാ, അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റെക്ക് വരിക, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഏതെങ്കിലും രീതിയിൽ സ്റ്റെക്ക് ആവേണ്ടി വന്നാൽ നമ്മൾ ആകെ ഉണ്ടാവും, നമ്മൾ ആകെ ടെൻഷൻ ആവും. നമ്മുടെ സ്പീച്ച് പിന്നെ നമ്മൾ തലക്ക് മുതൽ ആലോചിക്കേണ്ടി വരും, ആദ്യം മുതൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് വരേണ്ടി വരും. നമ്മൾ ഒരിക്കലും നമ്മുടെ സ്പീച്ചിനെ ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം നല്ല രീതിയിൽ അതിന് പ്രിപ്പയർഡ് ആയിട്ട് നല്ലൊരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ സ്പീച്ചിന് പോവാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തൊരു പോയിന്റ് ആണ് യൂസ് ജാർഗൻസ്. ചില ആളുകൾ ഉണ്ടല്ലേ, അവർക്ക് ഒരുപാട് അറിവുണ്ടാവും, അവർക്ക് ഭയങ്കര നോളജ് ഉണ്ടാവും. ചിലപ്പോൾ ഇംഗ്ലീഷിൽ നല്ല നോളജ് ഒക്കെ ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ എന്തെങ്കിലും വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. അപ്പൊ അവര് യൂസ് ചെയ്യുക അവരുടെ ടെക്നിക്കൽ വേർഡ്സുകളായിരിക്കും കൂടുതലായിട്ടും. അത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അന്ന് കുറ്റിപ്പുറത്ത് ഞാനൊരു ക്ലാസ്സിന് പോയ സമയത്ത് ലോജിസ്റ്റിക്കിന്റെ ആൾക്കാർ ക്ലാസ് എടുക്കാൻ വന്നു. ഈ ലോജിസ്റ്റിക് എന്താന്ന് സത്യം പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു, അന്നും അറിയില്ല എപ്പോഴും അറിയില്ല. അപ്പൊ ഈ ലോജിസ്റ്റിക് എന്തോ വെയർ ഹൗസിംഗ് ആണ്, ട്രാൻസ്പോർട്ടിംഗ് ആണ് എന്നുള്ള ഒരു ധാരണ മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഞാൻ അത് ശരിക്കും അത് എന്താന്ന് അറിയണം, കുറെ ബോർഡൊക്കെ കണ്ടിക്കണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കേൾക്കായിരുന്നു. പക്ഷെ ഇവര് യൂസ് ചെയ്യണത് അവരുടേതായിട്ടുള്ള ടെക്നിക്കൽ വേർഡ്സ് ആണ്, അവരെ എംപ്ലോയീസിന്റെ, അവരെ പോസ്റ്റിന്റെ, അല്ലെങ്കിൽ അവരെ ജോലികളൊക്കെ ഓരോ പ്രത്യേക നെയിമുകളാണ്. ഈ നെയിമാണ് അവർ യൂസ് ചെയ്യണത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായി. എനിക്ക് മാത്രല്ല, ഞാൻ എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താ ഇവര് പറയണേ. ഇപ്പൊ ചില ആളുകൾ അറിയില്ല എന്ത് പറയണെന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു അവസരം നമ്മൾ ഉണ്ടാക്കരുത്. നമ്മള് ടെക്നിക്കൽ വേർഡ്സ് യൂസ് ചെയ്യാതെ മാക്സിമം ഓഡിയൻസ് ഏത് ടൈപ്പ് ആൾക്കാരാണോ, ഓഡിയൻസ് ഏത് ഗ്രൂപ്പാണ്, അല്ലെ അവർ എങ്ങനത്തെ ആളുകളാണോ, അവർക്ക് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ലാംഗ്വേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നമ്മൾ ഒരു പബ്ലിക് സ്പീക്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ്. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇനി ഞാൻ കുറച്ച് പറയാൻ പോകുന്നത് നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, ഡൂസ് ഇൻ എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്. നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മളൊരു പബ്ലിക് സ്പീക്കിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ സെലക്റ്റഡ് ടോപ്പിക് യു ആർ കംഫർട്ടബിൾ എന്നാണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്, നമുക്ക് ഒരുപാട് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായി പറയാൻ പറ്റുന്ന സബ്ജക്റ്റ് ഏതാണ്, ഇതിൽ ഏറ്റവും കൂടുതൽ ഡാറ്റ നമുക്ക് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യാം. ആ രീതിയിൽ വേണം നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്യാൻ. നമുക്ക് കംഫർട്ടബിൾ, നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് തരുന്ന ടോപ്പിക് ഏതാണോ ആ ടോപ്പിക്കിൽ വേണം നമ്മൾ സ്പീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നല്ലൊരു ടോപ്പിക് അതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ടോപ്പിക് എടുക്കരുത്. നമുക്ക് ഏതാണോ കംഫർട്ട്, നമുക്ക് ഏതാണോ കോൺഫിഡൻസ്, ആ ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പോയിന്റ് ആണ് ഓതന്റിക്കേറ്റ് ദ ഡാറ്റ. ഓതന്റിക്കേറ്റ് ദ ഡാറ്റ ഇപ്പൊ എന്ന് പറയുമ്പോൾ സോഷ്യൽ വരുന്നുണ്ട് അല്ലെ, വാട്സപ്പിലായാലും മറ്റിതിലൊക്കെ ഒരു ഇതുണ്ടല്ലോ. ഞങ്ങളെ ഏരിയയിൽ നിങ്ങളെ കയ്യിൽ വരലുണ്ടോന്ന് അറിയില്ല, ഇത് ഉണ്ടാക്കിയത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ന സ്കൂളിലെ കുട്ടിയാണ്, ഇത് 3 ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഫോൺ ബാറ്ററി ഫുള്ളാവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഡാറ്റാസ് ഒക്കെ ഞങ്ങൾ ഇതിലേക്ക് വരലുണ്ട്. നിങ്ങളെ കയ്യിൽ വാട്സപ്പിൽ വരലുണ്ടോന്ന് അറിയില്ല. അതുപോലെ തന്നെ 360 ഡിഗ്രി ഉള്ള ഭൂമി എത്രയോ കിലോമീറ്റർ പെർ ഹവറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഇന്ന ഡേറ്റിൽ നിൽക്കാൻ പോവാണ്, അപ്പൊ ഭൂമിയുടെ താളം തെറ്റും, നമ്മളെല്ലാവരും മറിഞ്ഞു വീഴും, നമ്മുടെ ഗുരുത്വാകർഷണമൊക്കെ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാർത്ത പോലേക്ക് വരും. ചിലപ്പോ ഒരു റൈറ്റപ്പ് മാത്രമൊന്നുമല്ല, വീഡിയോ, ഒരു ന്യൂസ് ഒക്കെ പറയുന്നത് പോലെയുള്ള വീഡിയോസ് ഒക്കെ ചിലപ്പോൾ ഞങ്ങൾ വാട്സപ്പിൽ ഇതിലൊക്കെ വരാറുണ്ട്. അതൊക്കെ വെച്ച് നമ്മൾ എവിടെയെങ്കിലും സ്പീക്കിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ അവിടെ ചെന്നിട്ട് പറയണം അവിടെ അങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ, നമ്മൾ ഓഡിയൻസിൽ ചിലപ്പോൾ നമ്മളെക്കാട്ടിലും വിവരമുള്ള ആൾക്കാരുണ്ടാവും, ഉണ്ടാവില്ലേ? അപ്പൊ ഒരിക്കലും നമുക്ക് ഓതന്റിക് ആയിട്ടുള്ള ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്യാം. ഇതിന്റെ ഒരു റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റുകൾ വരെ ഉണ്ട്. അതിന് വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ എനിക്കറിയില്ല, അത് എനിക്കും വലിയ ഉറപ്പില്ലാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും സ്പീക്ക് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവുക.
ഓതന്റിക്കേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുക, അത് മാത്രം നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് പിക്ക് സിമ്പിൾ ആൻഡ് റൈറ്റ് വേർഡ്സ്. നമുക്ക് ഒരുപാട് പദസമ്പത്ത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഓഡിയൻസിന് മുമ്പിൽ അത് കാണിക്കാൻ പാടില്ല. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള വേർഡ്സ് ചെയ്യുക. ആ സാഹചര്യത്തിന് അനുസരിച്ചുള്ള വേർഡ്സുകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ ഏതൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു സ്പീക്ക് നടത്തുമ്പോ ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് നടത്തുന്ന സ്പീക്കല്ല നമ്മളൊരു മരണ വീട്ടിൽ നടത്തുക അല്ലല്ലോ. നമ്മളെ സിറ്റുവേഷൻ ഏതാണോ ആ സിറ്റുവേഷന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെ സ്പീക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോ എന്റെ ഹസ്ബൻഡ് അനിയുണ്ട്, അവര് രണ്ട് വാക്ക് പറഞ്ഞതിന് അവന്റെ കോളേജിൽ നിന്ന് അവനെ പുറത്താക്കി. അത് അറിയാം, അവനൊരു ഉസ്താദ് ആവാൻ വേണ്ടി പഠിക്കാൻ പോയ ഒരാളാണ്. അപ്പൊ അവന് പറഞ്ഞ 2 വാക്ക്, ഒന്ന് ഇൻഷാ അല്ലാഹ്, ഒന്ന് അൽഹംദുലില്ലയാണ്. ഈ 2 വേർഡ്സ് നമ്മളെ മുസ്ലിംസിനെ സംബന്ധിച്ച് നല്ല വേർഡ്സ് ആണ്. പക്ഷെ പറയേണ്ട സ്ഥലത്തല്ല അത് പറഞ്ഞത് എന്ന് മാത്രം. അതിന്റെ പേരിൽ അവനെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി, ഫുഡ് കൊടുത്തില്ല. പിന്നെ അങ്ങനെ കോഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ പിന്നെ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. എന്താ വെച്ചാല് ഒരു ദിവസം അവിടുത്തെ ഉസ്താദ് എന്തോ അവിടുത്തെ കുട്ടികളോട് മോശമായിട്ട് പെരുമാറി. ഇതിനു മുമ്പ് ഇവര് ഇടയിൽ ഇതിന്റെ ഒരു ചർച്ച ഉണ്ട്, ഉസ്താദിനെ കുറിച്ചൊരു ചർച്ച ഉണ്ട്. അപ്പൊ ഒരു ദിവസം ഇവർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏതോ ഒരു കുട്ടിനോട് ആ ഉസ്താദ് മോശമായിട്ട് പെരുമാറിയ സമയത്ത് ഈ കുട്ടി ഉസ്താദിനെ അടിച്ചു. ഈ വിവരം വേറൊരാള് വന്നിട്ട് എന്റെ ഹസ്ബൻഡ് അനിയനോട് വന്നിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. ഇങ്ങനെ ആ ഉസ്താദിനെ ഒരാൾ അടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പൊ അത് വേറൊരു ഉസ്താദ് കേട്ടു. അപ്പൊ അവനെ വിളിച്ചിട്ട് ഓഫീസിൽ കൊണ്ടിട്ട് ഭയങ്കര ഫയറിങ് നടത്തി. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇങ്ങനെ ഒരു കുട്ടി ഉസ്താദിനെ അടിച്ചു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അൽഹംദുലില്ലാ എന്നാണോ പറയല്? ഇങ്ങനെയാണെങ്കിൽ നാളെ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ തല്ലുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു. ഈ 2 വേർഡ്സും പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ പറയേണ്ട സമയത്തല്ല പറഞ്ഞത്. അപ്പൊ അതിന്റെ പേരിൽ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി, ഫുഡ് കൊടുത്തില്ല. അങ്ങനെ പിന്നെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ അവിടുന്ന് പോരുകയാണ് ഉണ്ടായത്. എന്നാൽ ഏറ്റവും നല്ല വേർഡ്സ് ആയിക്കോട്ടെ, ഏറ്റവും നല്ല അർത്ഥമുള്ള വേർഡ്സ് ആയിക്കോട്ടെ, പക്ഷെ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് വേണം നമ്മൾ പറയാൻ. നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവിടെ വേർഡ്സുകളായാലും നമ്മുടെ എക്സ്പ്രഷൻസ് ആയാലും നമ്മൾ പ്രയോഗിക്കാനുള്ളതാണ്. പിന്നെ 4ാമത്തെ പോയിന്റ് പ്രാക്ടീസ് ഇസ് ദ കീ എന്നാ പറയാം. നമ്മളൊരു സ്പീക്ക് ചെയ്യാൻ പോണ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, നമുക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രാക്ടീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഇപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പിൽ ഇപ്പൊ എനിക്കൊരു ഈ സബ്ജക്ട് ഓക്കെയാണ്, ഞാൻ പറയാൻ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ തലേന്ന് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഇന്നലെ ഒരു ടൂറിലായിരുന്നു. അപ്പൊ ഈ ടൂറിലായ സമയത്ത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈമില്ല, കാരണം ഇന്ന് എനിക്ക് ഒരുപാട് ബിസിയുള്ള ദിവസമാണ്. പക്ഷെ ഇന്നലെ ഞാൻ ടൂർ പോയ സമയത്ത് വണ്ടിയിലിരുന്ന് ഫുൾ ടൈം പ്രാക്ടീസ് ആയിരുന്നു. ഫുൾ ടൈം അല്ല, അതും മുത്തുമല കാട്ടിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഞാനും ഹസ്ബൻഡും മക്കളും കുറച്ച് വേറെ 2 ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും നോക്കിയില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നു. അങ്ങനെ പബ്ലിക് സ്പീക്കിംഗ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴായിരിക്കും ഒരു ആനനെ കാണാം. അപ്പൊ ഇവർ ആന അറിയും. അപ്പൊ ഞാൻ അവരെക്കാൾ ഒച്ചത്തിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ പിന്നെ അവരത് നോക്കാതെ പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യണത് കേട്ടുന്നു എന്നാ പറയുന്നത്. കാരണം എനിക്ക് ടൈമില്ല. മാത്രമല്ല പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് നിർബന്ധമാണ്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ പറയണം എന്നുള്ള ചെറിയൊരു ഫ്രെയിം ഉണ്ടാവുക എന്നുള്ളത് എന്താണ്, നമുക്ക് നിർബന്ധമാണ്. ഇനി അടുത്തത് ക്യാരി ക്യൂ കാർഡ് ഇഫ് യു നെസസറി. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്പീച്ചിന് പോണ സമയത്ത് നമ്മളെ കയ്യിൽ നമ്മൾ സ്പീച്ചിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നമ്മളെ മൊഡ്യൂൾസോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ അറിവുകളോ അങ്ങനെ എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ചിലപ്പോൾ അവരടുത്ത് ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ പോകാൻ പാടില്ല. അത് നമ്മളെ ഇമെയിലോ അല്ലെങ്കിൽ നമ്മളെ ഫോണിലോ എന്തായാലും ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു ബൈ ചാൻസിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് ആ ഡാറ്റ നമ്മളെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇനി അടുത്ത പോയിന്റ്, ഗ്രാബ് യുവർ ഓഡിയൻസ് അറ്റൻഷൻ ഫ്രം ബിഗിനിങ്. നമ്മൾ ഓഡിയൻസിന്റെ അറ്റൻഷൻ നമ്മളെ അടുത്ത് ഉണ്ടാവണം. അത് ഫ്രം ബിഗിനിങ് തുടക്കം മുതൽ തന്നെ നമ്മുടെ ഓഡിയൻസിന്റെ അറ്റൻഷൻ അത് നമ്മുടെ കയ്യിലായിരിക്കണം. അത് നമ്മൾ നേടിയെടുക്കണം. അല്ലെ, നമ്മളൊക്കെ ഉണ്ട്. ഇപ്പോ ഞാനൊന്നും ശരിക്കും അങ്ങനെ സ്പീച്ച് അങ്ങനെ ഇരുന്ന് കേൾക്കൊന്നുമില്ല. എനിക്ക് അത്ര പേഷ്യൻസ് അങ്ങനെ ക്ഷമയൊന്നുമില്ല. ചില ആളുകൾക്കൊക്കെ കേൾക്കും, ഒരുപാട് നീണ്ടതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ചില ആളുകൾക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടം അല്ലേ.
അതുപോലെ ആയിരിക്കണം നമ്മളും. നമ്മുടെ സ്പീച്ചിന്റെ നമ്മുടെ ഓഡിയൻസിന്റെ അറ്റൻഷൻ നമ്മുടെ കയ്യിലായിരിക്കണം. ഒരിക്കലും നമ്മൾ അവരെ ബോറടിപ്പിക്കുന്ന രീതിയിൽ, അവരെ അറ്റൻഷൻ പോകുന്ന രീതിയിൽ നമ്മൾ എന്താക്കാൻ പാടില്ല, സ്പീച്ച് ചെയ്യാൻ പാടില്ല. മാത്രമല്ല അവരെ അറ്റൻഷനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ഒരു ഇത് ഉണ്ടായിരിക്കണം നമുക്ക്. അടുത്ത, യൂസ് ക്ലിയർ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ്. നമ്മൾ എപ്പോഴും വലിയ വാക്കുകൾ ഉപയോഗിക്കാതെ, ഇപ്പൊ ഒരു സിനിമയിലൊക്കെ പറയുന്നുണ്ടല്ലോ, മിതവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാനൊക്കെ, അല്ലേ? ആ രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അപ്പൊ എന്താണ്, കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെയെല്ലാം കേട്ടിട്ടില്ലേ? സിനിമയിലൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ, അല്ലെ? ഒരു സിനിമയിലാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, ഓഡിയൻസിന് മനസ്സിലാവില്ല. ഇപ്പൊ ഞാനീ പറഞ്ഞ ഹസ്ബൻഡ് അനിയനെ ഒരു ദിവസം ഞങ്ങൾ നിലമ്പൂർക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഉത്സവം എന്ന് പറയുന്നത് നിലമ്പൂർ പാട്ടാണ്. അപ്പൊ ഈ നിലമ്പൂർ പാട്ടിന് പോയ സമയത്ത് ഞാനും ഹസ്ബൻഡും മക്കളും നാത്തുമാരെ മക്കളും അങ്ങനെ കുറെ മക്കളെയും കൊണ്ട് ഞാൻ ഹസ്ബൻഡ് പോയേക്കാണ്. അപ്പൊ നല്ല തിരക്കുണ്ട്. അപ്പൊ ടിക്കറ്റിനൊക്കെ ഭയങ്കര പിടിയും വലിയാണ്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഫോൺ ചെയ്തിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങളുടെ സന്തോഷവേളകളിൽ ഞങ്ങളുടെ സന്തോഷത്തിനായി സ്വല്പം മധുരം കൊണ്ടുവരുവാണ്. അപ്പൊ ഇവർക്ക് മനസ്സിലായില്ല, ഭയങ്കര സൗണ്ടാണ്. അപ്പൊ എന്നോട് പറഞ്ഞാൽ സാബിത്ത് എന്തോ പറയണ്ടോ എന്നൊന്ന് നോക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഫോട്ടോ, ഹലോ എന്താ സാബിത്തെ? എന്നോട്, നിങ്ങളുടെ ആഘോഷവേളകളിൽ ഞങ്ങളുടെ സന്തോഷത്തിനായി സ്വല്പം മധുരം കൊണ്ടുവരുവാണ്. അപ്പൊ എനിക്ക് സംഭവം മനസ്സിലായി. ഓൻ ഭയങ്കര പഞ്ചാര കുഞ്ചിയാണ്. അപ്പൊ ഓ സംഭവം ഈ ശർക്കര ജിലേബി ഭയങ്കര ഇഷ്ടമാണ്, അത് കൊണ്ടുവരാനാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ദിവസം നമ്മള് വിളിച്ചിട്ട്, സാബിത്തെ ഇന്ന് രാത്രിക്കൊക്കെ മീനൊക്കെ ഉണ്ടോന്ന് നോക്കുകയാണ്. അപ്പൊ അടുക്കളയിൽ പോയി നോക്കിട്ട് പറഞ്ഞു, സ്വല്പമേ ഉള്ളൂ, ശകലം കൊണ്ടുവരുവായിരുന്നു. അങ്ങനെ ഈ കമ്മ്യൂണിക്കേഷന്റെ ക്ലാസ്സിലൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഓന്റെ തന്നെ പറയാണ്ട് കേട്ടോ. അത്ര രസം. അങ്ങനെ ആ രീതിയിൽ നമ്മൾ പബ്ലിക് സ്പീക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ഓഡിയൻസിന് മുമ്പിൽ നമ്മൾ വലിയ ഭാഷ കൈകാര്യം ചെയ്യാൻ നമുക്ക് അറിയും, നമ്മൾ വലിയ എന്തോ സംഭവം എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ വേർഡ്സുകളും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോ നമ്മളടുത്ത് നമുക്ക് നന്നായിട്ട് മലയാളം പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഇടയിൽ പലതും എഴുതി ചേർത്തൊക്കെ നമുക്ക് സംസാരിക്കാനൊക്കെ അറിയായിരിക്കും. പക്ഷെ അത് പ്രകടിപ്പിക്കേണ്ട ഒരു വേദിയായിട്ട് അതിനെ മാറ്റരുത്. നമ്മൾ ഓഡിയൻസ് ആരാണ്, നമ്മൾ ഓഡിയൻസിന് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള. അപ്പൊ നമ്മൾ സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വേർഡ്സുകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സിമ്പിൾ ലാംഗ്വേജിൽ നമ്മൾ സ്പീച്ച് ചെയ്യുക, എന്നാലും കേൾക്കുന്ന ആളുകൾക്ക് അതൊരു രസം ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത പോയിന്റ് ആണ് വിയർ എ സ്മൈൽ. നമ്മൾ എപ്പോഴും ഒരു പബ്ലിക് സ്പീക്കർ ആകുമ്പോൾ നമ്മൾ ഒരു ചിരിയിലൂടെ വേണം സംസാരിക്കാൻ, അല്ലെ? നമ്മളിപ്പോ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞാല് ആർക്കും എന്റെ സ്പീച്ച് കേൾക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. സ്പീച്ച് കഴിഞ്ഞാലും ആരും അത്ര മൈൻഡ് ചെയ്യൂല. പക്ഷെ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, നമ്മളൊരു സ്മൈലോട് കൂടി, ഒരു പുഞ്ചിരിയോട് കൂടി, എന്നാൽ ഒരുപാട് ചിരിക്കാനും പാടില്ല, ഒരുമാതിരി ആക്കി ചിരിച്ചിട്ട് നമ്മൾ സംസാരിക്കാനും പാടില്ല. പക്ഷെ നമ്മൾ എപ്പോഴും നല്ലൊരു സ്മൈലോട് കൂടി, നല്ലൊരു ഫേസോട് കൂടി വേണം നമ്മൾ സ്പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോ പക്ഷെ അവിടെ സിറ്റുവേഷൻ നോക്കണം കേട്ടോ. ഒരു അനുശോചനം അറിയിക്കണ വേദിയൊക്കെ ആണെങ്കിൽ നമ്മൾ ചിരിച്ച് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതിൻ്റെതായ എക്സ്പ്രഷൻ ഒക്കെ വേണം. പക്ഷെ എന്തായാലും നമ്മളൊരു സ്പീക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ലൊരു സ്മൈലോട് കൂടി വേണം, ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി നമ്മൾ സ്പീക്ക് ചെയ്യണം. ഇനി 9ാമത്തെ പോയിന്റ്, മെയിൻറ്റെയിൻ പ്രോപ്പർ ഗെസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സ്. അപ്പൊ നമ്മള് ഒരു പബ്ലിക് സ്പീക്കറായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആടി സംസാരിക്കുക. അതുപോലെ തന്നെ ഇപ്പോ നമ്മള് എന്താ പറയാ, ഇങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് വളഞ്ഞു നിന്ന് സംസാരിക്കുക, അതൊന്നും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പബ്ലിക് സ്പീക്കിംഗ് കേൾക്കുന്ന ആളുകൾക്ക്, കാണുന്ന ആളുകൾക്ക് അതൊരു ഭയങ്കര ഇറിറ്റേഷൻ ആവും, ഒരു വലിയൊരു സുഖം കിട്ടില്ല. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ഗസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, നമ്മുടെ ഐ കോണ്ടാക്ട്, അതായത് നമ്മളെ ബോഡി ലാംഗ്വേജ് ഒക്കെ എപ്പോഴും പെർഫെക്റ്റ് ആവാം. കാണുന്ന ആളുകൾക്ക് തന്നെ എന്താണ്, നമ്മള് ഒരു കോൺഫിഡൻസ് ആണ്, നമ്മൾ ഈ ടോപ്പിക്കിൽ കോൺഫിഡൻസ് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളെ ഗസ്റ്റേഴ്സും പോസ്റ്റേഴ്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അത് നമ്മള് തുടക്കത്തിൽ മാത്രം പോരാ, നമ്മള് സ്പീച്ച് അവസാനിക്കുന്നത് വരെ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ഗസ്റ്റേഴ്സ് പോസ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സ്പീക്കർ, നമ്മൾ ഇങ്ങനെ സംസാരിക്കും. ഇപ്പൊ ഞാൻ ഇതിങ്ങനെ പിടിച്ചിട്ട്, ഞാൻ ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ എന്റെ കയ്യുമ്മലായിരുന്നു, ഞാൻ ഇങ്ങനെയും ഞാൻ നന്നായിട്ട് സംസാരിക്കും, പക്ഷെ ടെൻഷൻ ഫുള്ള് കയ്യിൽ ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. പക്ഷെ അതൊക്കെ മാറിയത് ഇപ്പൊ അടുത്താട്ടോ. അതൊന്നും ഇല്ലാതെ നമ്മളെ ഗസ്റ്റ് ഇങ്ങനെ കാട്ടിയിട്ടും പോയിന്റ് ചെയ്തിട്ടും നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഹാഫിന്റെ മേലേക്ക് നമ്മുടെ കൈ വെക്കുകയാണെങ്കിൽ നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ
അങ്ങനെ ആംഗ്യങ്ങൾ കാണിക്കാനൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഗസ്റ്റേഴ്സും പോസ്റ്റേഴ്സും ലാസ്റ്റ് വരെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് സ്റ്റിക്ക് ദ ടൈം അലോട്ടഡ്. നമുക്കൊരു സമയം തന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്തിൽ നമ്മുടെ സ്പീച്ചിനെ ട്രെയിൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് പറയാന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മള് സ്പീക്ക് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് മൈക്കിന് കിട്ടിയ മൈക്ക് തിന്നും അല്ലേ, അവർക്ക് പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെ ഞങ്ങളെ മുമ്പിൽ തന്നെ ഒരു LP സ്കൂളാണ്. ഇവിടെ വാർഷികത്തിന് ചെറിയ മക്കളെ പെർഫോം ചെയ്യണേ, പക്ഷെ ഇതിന്റെ ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞു കിട്ടൂല. ഓരോ പൊളിറ്റീഷ്യൻസും വാർഡ് മെമ്പറും അങ്ങനെയുള്ള ആളുകളൊക്കെ അവര് പ്രസംഗിക്കാനുള്ള കഴിവ് മുഴുവൻ നാട്ടുകാരെ കാണിക്കാനുള്ള വേദിയായിട്ട് അതിനെ മാറ്റും. അത് പറഞ്ഞു പറഞ്ഞ് കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും, വിശന്ന് കരഞ്ഞിട്ടുണ്ടാവും. ഈ മേക്കപ്പ് ഇട്ട കുട്ടികളൊക്കെ ചിലപ്പോ ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും. ഇവരെ പാരന്റ്സ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യരുത്. നമുക്കൊരു ടൈം തന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമില് നമ്മുടെ സ്പീച്ചിനെ നമ്മൾ നിർത്തുക എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പൊ ഞാനൊരു ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയണേ 5 മണിക്ക് തീർക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് തീർക്കണം. കാരണം ഈ 5 മണിക്ക് ശേഷമുള്ള ട്രെയിനോ അല്ലെങ്കിൽ ബസ്സോ മറ്റെന്തെങ്കിലും ആയിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മുടെ ഓഡിയൻസിൽ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് വേണ്ടവർ അവർക്ക് അതിന് പോവാൻ. അതല്ലാത്ത ചില ആളുകൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പ്രോഗ്രാമിന് പോവാൻ ഏറ്റ ആളുകൾ ഉണ്ടാവും. അപ്പോ അവർക്ക് അതിന് പോകണമെങ്കിലൊക്കെ നമ്മൾ ഈ കറക്റ്റ് ടൈമിൽ നിർത്തല് നിർബന്ധമാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ള ടൈം അത് നമ്മൾ മാനേജ് ചെയ്യാം. അത് 1 മിനിറ്റ് 2 മിനിറ്റ് കൂടുക കുറയോ എന്നുള്ളതല്ല കേട്ടോ. പറ്റ മുന്നേ നമ്മൾ നിർത്താനും പാടില്ല, കുറേ മുന്നേ നമ്മൾ നിർത്താനും പാടില്ല, ഒരുപാട് ടൈം നമ്മൾ അങ്ങോട്ട് പോവാനും പാടില്ല. നമ്മൾ നമുക്ക് തന്നിട്ടുള്ള ആ അലോട്ട് ചെയ്തിട്ടുള്ള ആ ടൈം നമ്മുടെ ധാരണയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഹാവ് എ ഡിജിറ്റൽ ബാക്കപ്പ് യുവർ പ്രാക്ടിക്കൽ സ്പീച്ച്. നമ്മൾ സ്പീച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഒരു നമ്മുടെ അടുത്തൊരു ഇത് ഉണ്ടായിരിക്കണം. നമ്മുടെ അടുത്ത് അതിൻ്റെതായ ഒരു വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഡ്രസ് അപ്രോപ്രിയേറ്റ്ലി, വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സ്പീക്ക് ചെയ്യാൻ മറ്റൊരു സ്പീക്കർ ആവുന്ന സമയത്ത്, നമ്മളൊരു പബ്ലിക് സ്പീക്കർ ആവുന്ന സമയത്ത് നമ്മളൊരു പബ്ലിക് ഫിഗറും കൂടിയാണ്. ഇപ്പോ നമ്മള് ഇപ്പോ ഒരു സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന ചുരിദാറോ അല്ലെങ്കിൽ നൈറ്റിയോ അതുപോലെയുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് നിങ്ങളെ മുമ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ ഞാൻ കോട്ട് ഇങ്ങനെ ഇതൊക്കെ ഇട്ട് വന്നത് കൊണ്ട് കാണുന്ന ആളുകൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ഇത് ഉണ്ടാവുമല്ലോ അല്ലെ. ഇപ്പൊ നിങ്ങൾ ബോയ്സ് ഒക്കെ ആണെങ്കിൽ വലിയൊരു ടീഷർട്ടും ട്രൗസറും ഒക്കെ ഇട്ട് വന്നിട്ട് മൈക്കിന് മുമ്പിൽ എന്ത് സംസാരിച്ചിട്ടും കാര്യമുണ്ടോ? ഇല്ല അല്ലെ. നമ്മള് ഇപ്പോ ലേഡീസ് ആണെങ്കിൽ നല്ല ബ്ലേസർ അല്ലെങ്കിൽ അതുപോലെ തന്നെ സാരി അങ്ങനെ പോലെയുള്ള നല്ല 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 ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നിർബന്ധമാണ്. ഡ്രസ്സിങ് നമുക്കറിയാം, നമ്മളൊരാളെ പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ അയാൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത് അയാളുടെ ഡ്രസ്സിങ്ങിലാണ്. ആദ്യം നമ്മൾ അയാളെ മനസ്സിലാക്കുന്ന അയാളുടെ ഡ്രസ്സിങ്ങിലാണ്. അപ്പോ നമ്മൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു പബ്ലിക് സ്പീക്ക് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, മറ്റുള്ളവരെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ എന്തൊക്കെയോ ആണ്, നമ്മളെ കൊണ്ട് എന്തൊക്കെയോ പറ്റും, നമ്മൾ എന്തൊക്കെയോ അറിവുള്ള ആളുകളാന്നുള്ളൊരു ധാരണ മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ അത് മൊത്തത്തിൽ നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഫീൽ ചെയ്യണം. അതിൽ ഡ്രസ്സിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ്. ആണുങ്ങളാണെങ്കിലും നല്ല ഫുൾ കൈയും അങ്ങനെ ഫുൾ കൈ ഇടണമെന്നല്ല, ഉള്ളത് നല്ല രീതിയിൽ നല്ലൊരു അപ്രോപ്രിയേറ്റ് ഉള്ള ഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ്. അതൊരു ഇപ്പത്തെ യോയോ ബോയ്സിന്റെ പോലെ ഒന്നായിട്ട് നമ്മൾ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എപ്പോഴും ഒരു പബ്ലിക് സ്പീക്കർ ആവുമ്പോൾ നമ്മൾ ഡ്രസ്സിങ്ങില് വളരെയധികം ശ്രദ്ധിക്കണം. സ്പീക്ക് ചെയ്യുന്ന സമയത്ത് കേട്ടോ, ഫുൾ ടൈം അല്ല. നമ്മളൊരു സ്പീക്കറായിട്ട് സ്റ്റേജിൽ കയറി നിൽക്കുകയാണെങ്കിൽ നമ്മളെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി നമ്മുടെ പ്രൊനൗൺസ് വേർഡ് പ്രോപ്പർലി. നമ്മൾ പറയുന്ന വേർഡുകളെ പ്രോപ്പർ ആയിട്ട് സംസാരിക്കുക, പ്രൊനൗൺസ് ചെയ്യുക. ഇപ്പൊ ഞങ്ങളെ സ്പീക്കർ ടീച്ചറിന്റെ ഒരു മാം ഉണ്ടായിരുന്നു, അവര് മുമ്പ് എന്ന് പറയാം മുമ്പ് മുമ്പ് ഞാൻ പ്രൊനൗൺസിയേഷൻ എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ പ്രൊനൗൺസിയേഷൻ പഠിച്ചത്. അങ്ങനെ മുമ്പ് എന്നാ പറയാ, മുമ്പ് എന്നുള്ളതിന്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തുള്ള കുറെ ആളുകൾ ഇതിലുണ്ടാവും. അപ്പോ മലപ്പുറത്തുള്ള ആളുകള് എനിക്ക് എന്നുള്ളതിന് ഇച്ച്, നിനക്ക്, അങ്ങനെ ഭയങ്കരമായിട്ട് മാറ്റുണ്ട്. ഇപ്പൊ ഒരു ഗൾഫിലൊക്കെ ഉള്ള ഒരു തമാശയാണ്, എന്റെ ഹസ്ബൻഡ് ഒക്കെ പറഞ്ഞൊരു തമാശയാണ്. ഒരു മലപ്പുറംകാരനും ഒരു കൊല്ലംകാരനും അടി ഉണ്ടായ സമയത്ത് മലപ്പുറംകാരൻ പറഞ്ഞു, കൊല്ലംകാരൻ പറഞ്ഞു എനിക്ക് നീ അത്ര വലിയ ആളൊന്നല്ല എന്ന് പറഞ്ഞു. അപ്പൊ മലപ്പുറംകാരൻ പറഞ്ഞു ഇച്ചിജും എന്ന് പറഞ്ഞു.
അപ്പോ ഈ കൊല്ലംകാരന് ഇത് മനസ്സിലായില്ല. ഇതെന്താന്ന് മനസ്സിലായി, ഇത് എന്തോ വലിയ സംഭവമാന്ന് വിചാരിച്ചിട്ട് അയാള് റൂമിൽ പോയിട്ട് അവിടെ എത്തിയപ്പോ മലപ്പുറംകാരനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഈ ഇച്ചിജും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഇച്ചിജും എന്ന് പറഞ്ഞാൽ എനിക്ക് നീയും എന്നാണ് പറയുന്നത്. അത് മലപ്പുറത്ത് പറഞ്ഞത് അതാണ് ഇച്ചിജും എന്നുള്ളത്. അങ്ങനെയൊന്നും നമ്മൾ എന്താക്കാൻ പാടില്ല, നമ്മള് സ്പീച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിക്കലും കറക്റ്റ് വലിയ ഭാഷകൾ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കറിയാം നമ്മളെ നാട്ടില് 6 നാട്ടിൽ 100 ഭാഷ എന്നാ പറയാം. ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ് അല്ലെ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഉണ്ട് ദത്തണ്ണി അങ്ങനെയൊക്കെ ചോദിക്കും. എന്താ കുട്ടി എന്നാണ് ചോദിക്കണത്, ദത്തണ്ണി ചോദിക്കും. അതൊന്നും ഞാൻ പറയാൻ എന്താവാൻ പാടില്ല. ഒരു പബ്ലിക് സ്പീക്ക് ചെയ്യുന്ന സമയത്ത് നമ്മള് മലപ്പുറം മാത്രല്ല കേട്ടോ, പൊതുവെ എല്ലാ നാട്ടിലും ഉണ്ട് ഇതുപോലത്തെ ഭാഷകള് അല്ലെ. മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകാത്ത പ്രാദേശിക ഭാഷകൾ എല്ലാ നാട്ടിലും ഉണ്ട്. അത് പ്രാദേശിക ഭാഷകൾ മാത്രമല്ല, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് ഓഡിയൻസിന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ വേണം നമ്മളത് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിനെ ചുരുക്കിയിട്ടോ അതാക്കിയിട്ടോ ഒന്നും പറയാൻ പാടില്ല. നമ്മള് കുറെ ഉദാഹരണങ്ങളുണ്ട്, നമുക്ക് തന്നെ ആലോചിച്ചാലേ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് കുറെ ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ചിലർ ഈ മാങ്ങാത്തോലി എന്നൊക്കെ പറഞ്ഞാല് എല്ലാ നാട്ടിലും അത് മാങ്ങന്റെ തോലാണ്. പക്ഷെ ഞങ്ങളെ നാട്ടിലത് സാധനം വാങ്ങാത്ത ആളുകൾ എന്നാണ്, മേടിക്കാത്ത ആളുകൾ എന്നാണ് ഞങ്ങള് മാങ്ങാത്തോലി എന്ന് പറയാം. അങ്ങനത്തെ അങ്ങനെയൊന്നും നമ്മൾ പറയാം. നമ്മൾ എപ്പോഴും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുക, ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ ഓരോ വേർഡ്സും പറയുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെ ഒരു വേദിയിലേക്ക് ക്ഷണിക്കണ സമയം മുതലുണ്ടല്ലോ, നമ്മളൊരു സ്പീച്ച് തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോഴല്ല, മറിച്ച് ഒരാളെ നമ്മൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുമല്ലോ. ഇനി അടുത്തത് ഒരു ആശംസ പ്രസംഗം പറയുന്നതിന് വേണ്ടിയിട്ട് ലാലി ബിസ്മിലിനെ ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു എന്നൊക്കെ പറയുന്ന സമയം മുതൽ ഓഡിയൻസ് നമ്മളെ ശ്രദ്ധിക്കും. അപ്പം മുതൽ നമ്മൾ ശരിക്കും ഒരു സ്പീക്കറാണ്. അപ്പം മുതൽ തന്നെ നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് കയറി പോകുക എന്നുള്ളതാണ്. അപ്പൊ തന്നെ നമ്മൾ പേടിച്ച് ഇങ്ങനെ കുഞ്ഞൊക്കെ സ്റ്റേജിൽ കയറി ചെന്ന് നമ്മളെല്ലാ അട്രാക്ഷനും അവിടെ തന്നെ തീരും, സ്റ്റാർട്ടിങ്ങിൽ തന്നെ തീരും. അതിനു പകരം നമ്മള് വാക്ക് ടു സ്റ്റേജ് വിത്ത് കോൺഫിഡൻസ്ലി, നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ വിളിച്ച ആ സമയത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ നേരെ സ്റ്റേജിലേക്ക് കയറി ചെല്ലാം. നല്ല കോൺഫിഡൻസ് ആയിട്ട് വാക്ക് ചെയ്യാം, കോൺഫിഡൻസ് ആയിട്ട് കയറുക, കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ അപ്പോഴെ കൊണിഞ്ഞ് നമ്മുടെ പേടിയും ബേജാറും അതൊന്നും നമ്മള് വേദിയിലേക്ക് ക്ഷണിക്കുന്ന ആ സമയം മുതൽ മറ്റുള്ള ആളുകൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയം മുതൽ നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഗസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. ഇനി പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളൊരു സ്പീക്കർ ആവാൻ പോണ സമയത്ത് നമ്മളെ സ്പീച്ച് നല്ല രീതിയിൽ റിഹേഴ്സ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിഹേഴ്സ് ചെയ്യുക, അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാക്ടീസ് ചെയ്ത കാര്യം, നമ്മൾ പ്രാക്ടീസ് നമ്മൾ ലൗഡായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഒരിക്കലും നമ്മൾ സ്പീച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എസ്സേ പഠിക്കണ പോലെ അങ്ങനെ പഠിക്കാൻ പാടില്ല. പകരം നമ്മൾ ലൗഡായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഓരോ വേർഡ്സും എങ്ങനെ നമ്മൾ ഉച്ചരിക്കണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ പ്രാദേശിക ഭാഷ വരാതിരിക്കാനൊക്കെ അത് സഹായമാകും. അപ്പൊ നമ്മള് ലൗഡായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പ്രാക്ടീസ് യുവർ പോസ്ചർ, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഗസ്റ്റേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്കൊരു കണ്ണാടിന്റെ മുമ്പിലൊക്കെ ചെന്നിട്ട് നമ്മൾ വലിയൊരു സ്പീക്ക് നടത്തുന്നത് പോലെ നമ്മൾ ആംഗ്യമൊക്കെ കാണിച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ വീക്ഷിക്കാൻ പറ്റും അല്ലെ. വാച്ച് യുവർ സെൽഫ് അഗെയിൻ ആൻഡ് അഗെയിൻ. വീണ്ടും നമ്മളെ വാച്ച് ചെയ്ത് നമ്മളൊരു വലിയൊരു സ്പീക്കർ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അത് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് മസ്റ്റാണ്. നമ്മൾ റിഹേഴ്സ് ചെയ്യുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ കണ്ണാടിന്റെ മുമ്പിലൊക്കെ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം നമ്മളെല്ലാവരും കയ്യിലും ഫോണുണ്ട്. നമുക്ക് നമ്മളെ വീഡിയോ ഓൺ ആക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ഓൺ ആക്കിയിട്ടൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പൊ അതിൽ നമ്മളെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, നമുക്ക് എവിടെയൊക്കെ ശ്രദ്ധിക്കണം, എവിടെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വേണമെന്നുള്ള ഒരു വലിയൊരു ധാരണ നമുക്ക് ആ സമയത്ത് കിട്ടും. അപ്പൊ പ്രാക്ടീസ് ഒരിക്കലും ഒരു കോംപ്രമൈസ് ഇല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത്. നമ്മളെ സ്പീച്ച് ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു പോയിന്റാണ് വിഷ്വലൈസ് ദ സെറ്റിങ്സ്. നമ്മൾ വിഷ്വലൈസ് ചെയ്യാം.
നമ്മളൊരു വെന്യൂവിലേക്ക് നമ്മളെ സ്പീക്ക് ചെയ്യാൻ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ, തലേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു സെറ്റിങ്സ് നമ്മൾ ഇങ്ങനെ വിഷ്വൽ ചെയ്യാം. നമ്മൾ അവിടെ ചെല്ലുന്നതും, നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് ചെല്ലുന്നതും, മൈക്കിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതും, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതും, നല്ല രീതിയിൽ ഓഡിയൻസിന്റെ ഫീഡ്ബാക്ക് കിട്ടുന്നതുമായിട്ടൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അവിടെ പറയുന്നത്, നമ്മൾ ആ ഒരു സെറ്റിങ്സ്, ആ ഒരു വെന്യൂ നമ്മൾ വിഷ്വൽ ചെയ്ത് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെപ്പോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമാണ് ടൈം ഫ്രെയിം യുവർ സ്പീച്ച്. നമ്മുടെ സ്പീച്ചിന്റെ ഒരു ടൈം ഫ്രെയിം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ടൈം ഫ്രെയിം നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധം. എന്താ വെച്ചാല് ഒരു ടൈം ഫ്രെയിം ഉണ്ടായിരിക്കണം. നമുക്ക് കിട്ടിയ സമയത്ത് നമുക്ക് നിർത്താം, പക്ഷെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടാവോ എന്നുള്ളത് ഒരു സംശയമാണ്, അല്ലെ? അപ്പൊ നമ്മൾ എന്താണ്, നമുക്കൊരു അതിനൊരു ടൈം ഫ്രെയിം ഉണ്ടായിരിക്കണം നമ്മുടെ സ്പീച്ചിന്. നമുക്കറിയാം, ഒരു സ്പീച്ചിന് പ്രധാനമായിട്ടും 3 പാർട്ടാണുള്ളത്. ഒന്ന് ഓപ്പണിംഗ് പാർട്ട്, രണ്ടാമത്തത് ബോഡി, മൂന്നാമത്തത് ക്ലോസിംഗ് പാർട്ട്. ഈ ഓപ്പണിംഗ് പാർട്ട് നമ്മൾ മൊത്തം പറയുന്ന സ്പീച്ചിന്റെ ഒരു 50% ആണ് ഓപ്പണിംഗ് പാർട്ടിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒരു ഓപ്പണിംഗ് പാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്താണ് അവരോട് പറയാൻ പോകുന്നത്, നമ്മൾ ഓഡിയൻസിനോട് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഓപ്പണിംഗ് പാർട്ടിൽ നമ്മൾ കൊടുക്കേണ്ടത്. അതൊരിക്കലും ഒരു 15% അപ്പുറം പോവരുത്. ഓപ്പണിംഗ് പാർട്ട് തന്നെ ഒരുപാട് സമയം എടുത്താൽ നമുക്ക് കണ്ടന്റ് പറയാൻ നമുക്ക് സമയം കിട്ടൂല. അപ്പൊ ഈ ഓപ്പണിംഗ് പാർട്ട് ഒരു സ്പീച്ചിന്റെ ഒരു 15% നമ്മൾ ഓപ്പണിംഗ് പാർട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓപ്പണിംഗ് പാർട്ടിൽ നമുക്ക് കൊട്ടേഷൻസ് കൊണ്ടുവരാം. എന്തെങ്കിലും ഒരു കൊട്ടേഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് സ്റ്റോറീസ് പറഞ്ഞു തുടങ്ങാം, ഹ്യൂമർ വെച്ച് തുടങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റ വെച്ച് നമുക്ക് തുടങ്ങാൻ പറ്റും. മാതിരി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്താക്കാം, നമ്മളെ ഓപ്പണിങ് ഏതെങ്കിലും രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് ഒരു വളരെ അധികം നീണ്ടു പോവാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പാർട്ടാണ് ബോഡി. അത് നമ്മൾ എന്താണോ അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയാം, ആ സമയത്ത് നമ്മൾ അത് പറയാം. അതാണ് ഒരു സ്പീച്ചിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരു സ്പീച്ചിന്റെ ഒരു 75% നമ്മളെ ബോഡി ആയിരിക്കണം എന്നാ പറയാം. അതിൽ നമുക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച പോയിന്റുകളെ എലോബറേറ്റ് ചെയ്യാം, നമുക്ക് അതിന് നമുക്ക് എക്സാമ്പിൾ എടുക്കാം, ഓതന്റിക് ആയിട്ടുള്ള ഡാറ്റകൾ നമുക്ക് സ്വീകരിക്കാം. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് അവരോട് പറയാൻ ഉദ്ദേശിച്ചത് അതിനെ നമുക്ക് എലോബറേറ്റ് ചെയ്ത് വ്യക്തമായിട്ട് അവർ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സമയം തന്നിട്ടുണ്ടെങ്കിൽ ഓരോ പോയിന്റുകൾ എത്ര സമയം പറയണം എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെ ഉൾപ്പെടണം, എന്തൊക്കെ ചേർക്കണം എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഒരു മുൻധാരണ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ ഈ സ്പീച്ചിന്റെ മൂന്നാമത്തെ ഒരു പാർട്ടാണ് ക്ലോസിംഗ് പാർട്ട്. ഒരു സ്പീച്ചില് ക്ലോസിംഗ് പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എങ്ങനെയാണോ ഒരു സ്പീച്ച് അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്ലോസിംഗ് പാർട്ടില് നമുക്ക് ഇത്രയും സമയം നമ്മൾ എന്താണോ പറഞ്ഞത് അത് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഇത്രയും സമയം അവരോട് എന്ത് പറഞ്ഞു അതിനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. അപ്പൊ അതിൽ നമുക്ക് കൊട്ടേഷൻസ് കൊണ്ടുവരാം. ചില കൊട്ടേഷൻസ് അബ്ദുൽ കലാം സാറിന്റെ കൊട്ടേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോ യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ് ചേഞ്ച് യുവർ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള കൊട്ടേഷൻസ് അത് വളരെ ഇമ്പാക്റ്റ് ആണ്. ഒരു കൊട്ടേഷൻ ഒക്കെ പറയുമ്പോൾ വളരെ ഇമ്പാക്റ്റ് ആണ് ഓഡിയൻസിന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് കൊട്ടേഷൻസ് പറയാം. അതുമാതിരി പേഴ്സണൽ പ്രിഫറൻസ് നമുക്ക് നടത്താൻ പറ്റും. ഈ സമയത്ത് ഈ ക്ലോസിംഗ് പാർട്ടിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രിഫറൻസ് നമുക്ക് നടത്താം. അതുപോലെ തന്നെ നമുക്ക് ഓഡിയൻസിനെ ചലഞ്ച് ചെയ്യാൻ പറ്റും. ഓ പ്രിയ കൂട്ടരെ, നമ്മളിത് ചെയ്തില്ലെങ്കിൽ മറ്റാരാണ് ഇത് ചെയ്യുക, അല്ലെ? വരും തലമുറ നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അല്ലെ അങ്ങനെയൊക്കെ ചില ആളുകൾ പറയുമല്ലോ, അല്ലെ? അങ്ങനെ നമുക്ക് ഈ സമയത്ത് നമുക്ക് അവരെ ചാലഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ കൂടിച്ചേരൽ നാളേക്ക് നല്ലൊരു വലിയൊരു സമ്പത്തായി തീരട്ടെ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ക്ലോസിംഗ് പാർട്ടിൽ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്പീച്ചിനെ നമുക്ക് ക്ലോസ് ചെയ്യാന്നുള്ള മൊത്തത്തിൽ ഒരു ടൈം ഫ്രെയിം നമുക്ക് ഉണ്ടാവണം എന്നുള്ള. ഫസ്റ്റ് ഒരു ഓപ്പണിംഗ് പാർട്ടിൽ ഒരു 15%, ബോഡിയിൽ നമ്മളൊരു 75%, ക്ലോസിംഗിൽ ഒരു 10%. അങ്ങനെ നമ്മളൊരു സ്പീച്ചിനെ ഒരു ടൈം ഫ്രെയിം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണെങ്കിലും ഒരു പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രാക്ടീസ് തന്നെയാണ്. പ്രാക്ടീസ് എന്നുള്ളതാണ്. ഇപ്പോ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഒരു അത്യാവശ്യമുള്ള എല്ലാ ഡൂസും ഡോൺസും ഇൻ പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ മെൻഷൻ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ നമുക്കറിയാം, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇനിയും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാന്നുള്ളതാണ്. ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല.
ഓക്കെ, താങ്ക് യു ആതിക മാം. വളരെ സരളവും സമ്പന്നവുമായിട്ടുള്ള ഒരു അവതരണമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, കുറച്ച് സമയം, എനിക്ക് തോന്നുന്നു സമയം പോയത് അറിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ 8 മണിയായി ഏകദേശം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ചെറിയ എലമെന്റുകളാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ ഓഡിയൻസിന് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതേപോലെ തന്നെ ഫീഡ്ബാക്ക് പറയാം. താങ്ക് യു സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അതികയുടെ ഫുൾ സ്പീച്ചും കേൾക്കാം, ക്ലാസ്സും കേൾക്കാൻ പറ്റി. വളരെ നല്ല അവതരണമായിരുന്നു. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അതിക. നല്ല 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 ഫ്ലോ ഉണ്ടായിരുന്നു. നല്ല നല്ല ഇതായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. നല്ലൊരു കൺഗ്രാറ്റ്സ് പറയുകയാണ് ആതികയ്ക്ക്. സാർ സുഖമായിട്ടിരിക്കുന്നില്ല സാർ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതെനിക്ക് ഫുള്ള് കേൾക്കാൻ പറ്റി. ഇന്ന് കുറച്ച് വേറെ വർക്ക്, എന്നാലും വീഡിയോ ഓഫ് ചെയ്ത് വെച്ചാലും ഫുൾ ആതികയുടെ ക്ലാസ് ഫുള്ള് കേട്ടു. ഓക്കെ ഓക്കെ. ഞാന് ഹസീന എന്ന് കണ്ടപ്പോഴ് ഇത് ഹസീന മാം ആണോ ആരാണ് ഇങ്ങനെ ഇങ്ങനെ തോന്നി, മനസ്സിൽ ഇങ്ങനെ തോന്നി, ഹസീന മാം ആണോ എന്ന് ഇങ്ങനെ തോന്നി. ഓക്കെ 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 ഓക്കെ. താങ്ക് യു. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു താങ്ക് യു. താങ്ക് യു മാം. സർ, ഞാൻ അമീറാണ്. പറയാമോ സർ? കേൾക്കാനല്ലേ? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ആതിക മാം. കാരണം 1 മണിക്കൂർ നമ്മളത് മുഴുവനായിട്ട് കേൾക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. പിന്നെ ഞാനത് കേട്ടപ്പോൾ ഞാൻ സാറിന്റെ അക്കാഡമിയിൽ ഒരു ട്രെയിനിങ് സെഷൻ കഴിഞ്ഞു. അന്ന് പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഡോൺസും ഡൂസും ഒക്കെ പറയുന്ന സമയത്ത് ആ ഒരു മെമ്മറിയാണ് പോയിരുന്നത്. കറക്റ്റ് മാഡം 15 പോയിന്റ് ഈച്ച് പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്തായിരുന്നു കുറെയൊക്കെ. അപ്പൊ എസ്പെഷ്യലി എനിക്കിത് തോന്നിയത് 15 പോയിന്റ് പറഞ്ഞതിൽ ഈ 15 പോയിന്റ് ഈച്ച് ഡോണ്ട് ഏതൊക്കെയാണോ അതേപോലെ ഡു ഏതൊക്കെയാണോ അതിനനുസരിച്ചിട്ട് മാഡത്തിന് ഇതിൽ അപ്ലൈ ചെയ്യാനും പറ്റി എന്നുള്ളതാണ്. അത് നമുക്കത് കേൾക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും. ഇത് മാഡം നല്ലൊരു പബ്ലിക് സ്പീക്കറാണ്. ഇതിനകത്ത് വേറെ ഡൗട്ടൊന്നുമില്ല. ഇതിനകത്ത് എനിക്ക് കുറെ കറക്ഷൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. അപ്പൊ എനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ബോഡി ലാംഗ്വേജ് അനാവശ്യമായിട്ട് യൂസ് ചെയ്യലായിരുന്നു. മാഡം അത് യൂസ് ചെയ്തിട്ടേ ഇല്ല. കാരണം അത് നമുക്ക് പറ്റുന്ന തെറ്റ് നമ്മൾ വേറെ ആള് പറ്റുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ. സോ അടിപൊളി സ്പീച്ചായിരുന്നു. പബ്ലിക് സ്പീക്കിങ്ങിന്റെ ടോപ്പിക്കിലേക്ക് മാഡത്തിന് സ്വാഗതം. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു അമീർ സർ. വേറെ ആരാണ് പറയുന്നത്? ഹലോ സർ, ഷംസീനയാണ്. ശംസീന പറയൂ. വലിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരുന്നത് തന്നെ ആതിക മാമിന്റെ ക്ലാസ്സിലാണ്. മാഷാ അല്ലാ, എന്താ പറയാ, ഒരു സ്പീച്ച്ലെസ് ആയിട്ട് 1 hour കഴിഞ്ഞത് അറിഞ്ഞില്ല സത്യത്തില്. ഇങ്ങനെ ഒരു ഹസീന മാം പറഞ്ഞ പോലെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കേട്ടിരുന്നു പോയി. മാഷാ അല്ലാ, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. എങ്ങനെയൊക്കെ വേണം എന്നുള്ളൊരു, എവിടൊക്കെയോ കളഞ്ഞു പോയ ഒരു ധൈര്യമൊക്കെ തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. മാഷാ അല്ലാ, ആൻഡ് ഓൾ ദ ബെസ്റ്റ് മാം. താങ്ക് യു ശംസീന മാം. ഇതാണ് അവതരണ മികവ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ എത്ര സിമ്പിൾ ടോപ്പിക് ആയി കഴിഞ്ഞാലും എത്ര ടഫ് ടോപ്പിക് ആയി കഴിഞ്ഞാലും നമുക്ക് കേൾക്കുന്ന ആളുകൾ അത് കേട്ടിരുന്ന് സമയം പോകുന്ന അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് അതിൽ ലയിക്കുന്ന ഒരു സംഭവമാണ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഇത് സമയം പോണില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് ഒരു പ്രസന്ററുടെ കഴിവ് വരുന്നത്. അപ്പൊ അതിന് ഒരുപാട് കാര്യങ്ങൾ, എലമെന്റ്സുകൾ കടന്നു വരുന്നുണ്ട്. ഇതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ഈ എലമെന്റ്സുകൾ നമ്മളിലേക്ക് കൊണ്ടുവരാം. അത് കേവലം ഒരൊറ്റ ദിവസം കൊണ്ട് വരുന്ന ഒരു സാധനമല്ല കേട്ടോ. ഒരുപാട് ദിവസത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നമ്മളെ തന്നെ വിലയിരുത്തുന്നു. പലപ്പോഴും ഞാനൊക്കെ എന്റെ കൂട്ടുകാരെ നിർത്തിയിട്ടുണ്ട്. എങ്ങനെ നിർത്തും ഓരോരുത്തരെ സംസാരിക്കുന്ന സമയത്ത്. നിങ്ങൾ നോക്കണം, എന്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കും. എന്നിട്ട് അവരോട് ചോദിച്ചിട്ട് ചില സമയത്ത് ഇവന്മാര് പറയില്ല. അപ്പൊ അങ്ങനെ ചോദിച്ച് അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയോ അതിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ, നേരത്തെ പറഞ്ഞ ഈവൻ ഒരു ഫില്ലർ വേർഡ്സ് ആയിരിക്കും അല്ലെ. ഒരു ഫില്ലർ വേർഡ് ചിലപ്പോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന, ചിലപ്പോൾ തീർച്ചയായും എന്നുള്ള ഒരു വേർഡ് ആയിരിക്കും. എവിടെയാണോ നമുക്ക് വാക്ക് കിട്ടാതെ അവിടെ കൊണ്ടുപോയി തീർച്ചയായും ചേർക്കും.
മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെ ഓരോന്നും നമ്മൾ നോക്കി 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 ഇതൊരു അവയർനെസ് ആണ് ശരിക്കും. നമ്മൾ പറയും ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും, പക്ഷെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആദ്യം അവയർനെസ് ആണ് വേണ്ടത്. എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തേത്. അതിന്റെ രണ്ടാമത്തെ ഘട്ടം മാത്രമാണ് അതിനെ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോ ഇങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ സ്ട്രക്ചേർഡ് ആയി പോയി കഴിഞ്ഞാൽ തന്നെ നമ്മളിൽ ഒത്തിരി മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഒരുപാട് ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ ഹസീന മാം തന്നെ പറഞ്ഞല്ലോ ആത്തിക മാമിനെ കുറിച്ചിട്ട്. കാരണം ഇവിടെ ഒരു ബാച്ചിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും ഓരോരുത്തർക്കും എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും നമ്മളെ കാണുമ്പോൾ സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും, നീ ഒരുപാട് മാറിയല്ലോ, നിന്റെ വാക്കുകള്, നിന്റെ ഭാഷ, നിന്റെ സംസാരം, നിന്റെ സമീപനം എല്ലാത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ, നിനക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കും ചിലപ്പോ. അപ്പൊ ഇതെല്ലാം നമ്മൾ നടത്തുന്ന ചില പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ആരും വന്ന് നമ്മളെ നന്നാക്കാൻ പോകണമെന്നില്ല. ആരും വന്നിട്ട് നമ്മളോട് വായിക്കുക, അതല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നൊന്നും ആരും പറയാൻ പോണില്ല. അല്ല, അഡൽട്ട് ലേണിംഗ് പ്രിൻസിപ്പിൾസ് എന്നുള്ള സംഭവമുണ്ട്. അപ്പൊ അത് നമ്മൾ ഈ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് വലിയ ആളുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടി സ്കൂളിൽ പോയില്ലെങ്കിൽ നമ്മൾ ചോദിക്കും അല്ലെ, എന്താ സ്കൂളിൽ പോയില്ല എന്ന് ചോദിക്കും. അപ്പൊ നമ്മള് പിന്നെ പ്രാക്ടീസ് ചെയ്തില്ല നമ്മളോട് ആരും ചോദിക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം, നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടെങ്കിൽ ചോദിക്കാം, അതെങ്കിലും ഫീഡ്ബാക്ക് പറയാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. സാർ നമസ്കാരം. ബാബു സാർ. ബാബുവാണ്. വളരെ വണ്ടർഫുൾ സെക്ഷൻ ആയിരുന്നു. നമ്മളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. എങ്കിൽ പോലും ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞു, ബോഡി ലാംഗ്വേജ്, പിന്നെ എപ്പോൾ തുടങ്ങണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ യാത്രയിലായിരുന്നു, കണ്ടു കാണുമെന്ന് അറിയാം. ഇപ്പോഴാണ് ഒന്ന് നിർത്തിയത്. എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ ദിവസം 2-3 കാരണം അത്തരത്തിക്ക് തിരക്ക് പിടിച്ച കാര്യങ്ങളും ഇതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പൊ എന്തായാലും മാഡം കൂടെ സൂചിപ്പിക്കണ്ടായിരുന്നു, അതായത് ഓഡിയൻസിന്റെ ഒരു ഇംപ്രഷൻ, അവർക്കൊരു നെഗറ്റീവ് ഉണ്ടാകാതെ തുടക്കം എങ്ങനെയായിരിക്കണം എന്ന് പറയുകയുണ്ടായിരുന്നു. അവർക്കൊരു ഇംപ്രഷൻ ഉണ്ടാകണം, അവർക്ക് ഇതുപോലെ ടൈം പോയില്ല എന്ന് പറയിപ്പിക്കണം, അല്ലെങ്കിൽ ടൈം പോകുന്നില്ല, ഇതെപ്പോ നിർത്തും എന്നുള്ളൊരു എന്താ പറയുക, ഒരു ചിന്താഗതി ഓഡിയൻസിന് ഉണ്ടാകരുത്. ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുക, പിന്നെ ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, സംസാരം ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം, പിന്നെ അതിന്റെ കണ്ടന്റ്സ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ സംസാരിക്കുകയുണ്ടായിരുന്നു. പിന്നെ നിർത്തേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ മൊത്തത്തില് നമ്മളൊരു പബ്ലിക് സ്പീക്കർ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആ വ്യക്തി സംസാരിക്കേണ്ടതും അറിയേണ്ടതും എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിക്കണം, കണ്ടന്റ്സ് എങ്ങനെയായിരിക്കും എന്നൊക്കെ മാഡം ടച്ച് ചെയ്ത് പോവുകയുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സാർ, താങ്ക്സ് ടു ഓൾ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബാബു സാർ, വളരെ സന്തോഷം. സോ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. സോ വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇന്നത്തെ സെഷൻ. സോ ഇവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള ഓരോ പോയിന്റുകളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അത് നമ്മുടെ സംസാരത്തിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സോ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത നമ്മുടെ അത്തിക്ക മാം, നമ്മുടെ അക്കാദമിക് കോർഡിനേറ്റർ കൂടിയാണ് അത്തിക്ക മാം. മാമിനെ സന്തോഷം അറിയിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്തതിൽ. അതേപോലെ തന്നെ ഇന്നത്തെ സെഷനിലേക്ക് പങ്കെടുത്ത പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. നാളെ നമുക്ക് 8:15 ഇൻട്രൊഡക്ഷൻ ടു ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ പ്രജുല പ്രസാദ് എന്നുള്ള ഒരു ടീച്ചറാണ് അവർ നയിക്കുന്ന ഒരു ഫ്രീ വെബിനാർ നാളെ ഉണ്ടാവും. നാളെ 8:15 അതിന്റെ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നാളെ 8:15 അതിന്റെ ഒരു ഫ്രീ വെബിനാർ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ അതിൽ പങ്കെടുക്കുക. സോ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തിങ്കളാഴ്ച 7 മണിക്ക് നമുക്ക് അടുത്ത ഒരു ട്രെയിനിങ് സ്റ്റോക്കിന്റെ 30ാമത്തെ എപ്പിസോഡ് ഉണ്ടാകും. അപ്പൊ എല്ലാവരും തിങ്കളാഴ്ചയും ഉണ്ടാവുക. സോ ഡെയിലി നമ്മുടെ പ്ലാറ്റ്ഫോമുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. സോ എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു എവരിവൺ. ബൈ ബൈ. Thank you all.